ഗൈസ്, അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അപ്പം ഡെസ്കിൽ വെക്കാമെന്ന് വെച്ചപ്പോൾ ഡെസ്ക് ആകെ കൊള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന വീട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇനി നമുക്കിത് ഈ ഹൗസില്ല അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിങ്ങനെ പസിൽ പോലെയാണ്, ഞാൻ വാങ്ങിയെടുത്തതാണ് കടയ്ക്ക് പോയപ്പോൾ. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ലെയറാണ് വീട്ടിലത്തെ. അത് ഞാൻ എവിടെയാണ് വെക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല ആദ്യം. അതിൽ നമ്പേഴ്സ് നോക്കിയപ്പോൾ അതിൽ 41 ഉണ്ട്, പക്ഷെ ആ നമ്പർ ഇതിൽ കാണാനില്ല. അപ്പോൾ ഞാൻ എല്ലായിടത്തേക്കും നോക്കി അവിടെ എവിടെയാണ് ഈ നമ്പർ ഉള്ളതെന്ന്. അങ്ങനെ ലാസ്റ്റ് നമുക്ക് മനസ്സിലായി എവിടെയാണ് നമ്പർ എന്ന്. ഈ മോൾ ഭാഗത്തിലായിട്ടായിരുന്നു നമ്പർ ഉണ്ടായത്. അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ കണ്ടു അതൊരു തെറ്റ് വന്നു. അപ്പോഴാണ് മനസ്സിലായി ഇവിടെയാണുള്ള നമ്പർ. അതങ്ങനെ നമ്പേഴ്സ് എടുത്തിട്ട് നമുക്ക് അത് ബസ്സിൽ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അതിൽ ഡോറൊക്കെ തുറക്കാൻ പറ്റും, കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒന്തിയ ഡോറ് കയറാം. പിന്നെ ഈ കാണുന്ന സംഭവമൊക്കെ ഉണ്ടോ, ഇതിന് നിറച്ച് പൊടിയാണ്. നിങ്ങൾ കണ്ടാൽ അത് മനസ്സിലാവും, നല്ല പൊടിയുണ്ട്. കുറേ ദിവസമായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പറയാൻ കുറേ ആക്രസരങ്ങൾ കിടക്കുന്നുണ്ട്. ഇതെനിക്ക് വാച്ച് ഒരു ആൾ എനിക്ക് വാച്ച് വാങ്ങിക്കുന്നു. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിനൊരു പില്ലോ പോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ചെടുത്തു, ഞാൻ എല്ലായിടത്തേക്കും തുടച്ചു കൊടുത്തു കേട്ടോ. അവിടെയൊക്കെ നിറച്ച് പൊടിയായിരുന്നു. അങ്ങനെ ഈ കാണുന്ന ഐറ്റംസൊക്കെ കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ അതിന് മുകളിലായിട്ട് ഇങ്ങനത്തെ ഒരു ലീഫ് പോലെ ഐറ്റംസൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്തു. അങ്ങനെ എല്ലാ ഡ്രോയിങ്ങും എല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ടേബിളിൽ വെക്കണം. അപ്പോഴാണ് ഈ ഭാഗം കണ്ട അവിടെ ആകെ ഡസ്റ്റ് പിടിച്ചൊക്കെയായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാണ്ടില്ല പൊടി അടിയിലേക്ക് പോകണതൊക്കെ നമുക്ക് കാണാൻ കണ്ടോ. ഇതിലൊക്കെ ഇപ്പോൾ നല്ല പൊടിയുണ്ട് കേട്ടോ. ചുമയൊക്കെ വരും. മാസ്കൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടത് നല്ലതായിരിക്കും. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തെടുക്കും. പിന്നെ കാണുന്ന പിയാനോ കണ്ടോ, എനിക്ക് ഇഷ്ടമായൊരു പിയാനോ കണ്ടോ. പക്ഷേ അതിൽ ബാറ്ററി ഒന്നും ചെയ്തിട്ടില്ല. ബാറ്ററി ഞങ്ങൾ 3 ഇട്ടു, പിന്നെ ഒരെണ്ണം കൂടി ഇട്ട് നോക്കി. അത് യൂസ് ചെയ്യണില്ല. അപ്പോൾ ഞങ്ങളത് വേണ്ട വെച്ച് ബൈക്കിൽ മാത്രം വയ്ക്കാനാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഒരു മൈക്ക് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യുന്ന പോലെ മൈക്കിൽ എനിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ചെറുതായിട്ട് ഒരു സൗണ്ട് കേൾക്കും. പിന്നെ ഈ പിയാനോ ഒക്കെ ശരിക്കും വർക്ക് ചെയ്യണതാണ്. നല്ല രസമുണ്ടായിരുന്നു. മുമ്പൊക്കെ ഇതിൽ ഓൺ ബട്ടണും ഓഫും ചെയ്യാൻ പറ്റും, ഇഷ്ടം പോലെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് ഈ കാണുന്നത് നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്നൊരു ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടർക്കിയാണ്, അതാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു സ്റ്റോറി ബുക്ക് വെച്ചു. എന്നിട്ട് നമ്മുടെ ഈ കാണുന്ന ഒരു സംഭവം കൂടി വെച്ച് കൊടുത്തു. പിയാനോ മൈക്ക് കൂടിയിട്ട് വെച്ച് കൊടുത്തു. അടിഭാഗത്തെല്ലാം സെറ്റ് ചെയ്യണ്ടേ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി മുകളിലത്തെ ഭാഗം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ നമുക്കിത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് ഇവിടെ നമുക്കൊരു പാട് വന്നുകൊണ്ട് ഞാൻ ഒരു ദിവസം പെയിൻറ്റിങ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ബ്ലാക്ക് കളറായി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പില്ല് ഇവിടെ വെക്കണോ അത് അവിടത്താണോ. അപ്പോൾ ഞാൻ മുമ്പ് വെക്കണോണൊക്കെ എല്ലാം അത് സെറ്റ് ചെയ്ത് എല്ലാ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇവിടെ ഒന്നുമില്ലായിരുന്നു, പ്ലെയിൻ ആയിരുന്നു. അപ്പോൾ ഞാനൊരു സംഭവം കൂടി ഇവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സംഭവങ്ങൾ വെക്കണം. ക്രയോൺസ് വെച്ചു. പിന്നെ ഈ കാണുന്ന ഒരു ബുദ്ധനെ വെച്ചു. പിന്നെ എന്താണ് ചെയ്തത് വെച്ചാൽ ഫൈനൽ ലുക്കാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പെന്നും സ്റ്റാൻഡും എല്ലാം വെച്ച് നമ്മുടെ സംഭവം സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മെരി ക്രിസ്മസ്.